നമസ്കാരം, എല്ലാവർക്കും അമ്പിളീസ് വേൾഡിലേക്ക് സ്വാഗതം. ഒരു കലാകാരി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു 2025 സെപ്റ്റംബർ 13. എൻ്റെ നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ സിൽവർ ജൂബിലിയുടെ സമാപന സമ്മേളനം നടന്ന ദിവസം. അന്ന് ഉച്ച കഴിഞ്ഞ് 3:30 മേളത്തിൻ്റെ അകമ്പടിയോടെ ഘോഷയാത്രയോടു കൂടിയായിരുന്നു പ്രോഗ്രാമുകളുടെ തുടക്കം. രണ്ടു മണിക്ക് ഘോഷയാത്ര തുടങ്ങാനിരുന്നതാണേ. പക്ഷേ ആ സമയത്ത് നല്ല വെയിലല്ലേ, കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടായാലോ എന്ന് കരുതിയാണ് ഈ സമയമാക്കിയത്. ഘോഷയാത്രയും സമ്മേളനവും കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളും ഒക്കെ ചേർന്ന് ഏകദേശം 8 മണിക്കൂറോളം ദൈർഘ്യമുണ്ടായിരുന്നു അന്നത്തെ പ്രോഗ്രാംസിന്. അന്നത്തെ പ്രോഗ്രാംസ് എഡിറ്റ് ചെയ്ത് 2 പാർട്ടായിട്ടാണേ അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നത്. ട്രാഫിക് ബ്ലോക്കൊന്നും ഉണ്ടാക്കാതെ വളരെ അച്ചടക്കത്തോടെയായിരുന്നു ഞങ്ങളുടെ ഘോഷയാത്ര. കുറേ നാളായി സത്യം പറഞ്ഞാൽ കൊറ്റംകുളങ്ങരയിൽ കൂടി ഇങ്ങനെ നടന്നിട്ട്. കുറച്ച് നാളൂടെ കഴിയുമ്പോൾ റോഡൊന്നും ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്തെത്താറായി. ബേബി ജോൺ ഷഷ്ഠബ്ദി പൂർത്തി മെമ്മോറിയൽ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ നൃത്യോദയയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ നടന്നത്.
ഈ വീഡിയോ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്. വിനുചേട്ടൻ, വിനു കിരിയത്ത്, അദ്ദേഹം വന്നിട്ട് കൈ നീട്ടുന്നുണ്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട്. പക്ഷേ ഞാൻ കണ്ടില്ല. ഞാൻ ചിത്ര ടീച്ചറുമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് അയ്യോ ഞാനത് ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് മനസ്സിലാവുന്നത്. വിനുചേട്ടനുമായിട്ട് ഞാനത് കഴിഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്തെത്തിയ ആ സമയത്ത് തന്നെയാണ് എൻ്റെ ഗുരുക്കന്മാരും ഗസ്റ്റുകളും ഒക്കെ പ്രോഗ്രാം സ്ഥലത്തേക്ക് എത്തുന്നത്. അങ്ങനെ മൊത്തത്തിലൊരു തിരക്കായിരുന്നു ആ സമയത്ത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ. കുടിക്കാനുള്ള വെള്ളം തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും വെള്ളമായി കുടിച്ചതിന് ശേഷം ഭാഗത്തേക്ക് വരുന്നത് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന പേരിൽ ഡാൻസ് സ്കൂൾ തുടങ്ങി. നമ്മുടെ ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സമ്മേളനത്തിന് മുൻപ് ഇന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഒരു വെൽക്കം സോങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളെയൊക്കെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഫംഗ്ഷൻ സ്ഥലത്ത് വരുന്നവരെയും ഞാനൊരു ആശയക്കുഴപ്പത്തിലായിരുന്നേ. കുട്ടികളുടെ കൂടെ വെൽക്കം സോങ് കളിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഒരു തവണ പോലും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് ഉറക്കം പോലും ഇല്ല. ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളിൽ പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു. പിന്നെ ഒരു വെൽക്കം സോങ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ഓണം സമയമായതുകൊണ്ട് തന്നെ കേരളവും ഓണവും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സോങ്സാണ് ഞാൻ സെലക്ട് ചെയ്തത്. കുറച്ച് സമയം കൊണ്ടാണ് കുട്ടികളെ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുത്തത് തന്നെ. പാട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് കളരിയുടെ ചുവടുകൾ വന്നാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മുടെ നൃത്യോദയയിൽ കളരി ക്ലാസ് എടുക്കാൻ വരുന്നത് MBG CVN കളരി എന്ന് ശിവകുമാർ ഗുരുക്കളുടെ ശിഷ്യനായ കൃഷ്ണനാണ്. അങ്ങനെ കൃഷ്ണനോട് ഞാനത് പറഞ്ഞു. കൃഷ്ണനാണ് ഈ ഒരു ഭാഗം ചെയ്തത് കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടികളാണിതെല്ലാം. അർജുൻ, ഗോകുൽ, അപ്പുക്കുട്ടൻ, ആർദ്ര. കുട്ടികളിൽ പലർക്കും പരീക്ഷയൊക്കെ ആയിരുന്നു. പ്രോഗ്രാം ദിവസം രാവിലെയാണ് ഈ ഡാൻസിൻ്റെ ഇടയ്ക്ക് വരുന്ന കളരിയുടെ ഭാഗങ്ങളൊക്കെ ഇവർ പ്രാക്ടീസ് ചെയ്തത്. ഞാനും കൂടെ ഈ വെൽക്കം സോങ്ങിൽ കളിക്കണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള മറ്റൊരു കാരണം എൻ്റെ കോസ്റ്റ്യൂമായിരുന്നേ. കാരണം ഘോഷയാത്ര കഴിഞ്ഞ് വന്ന ഉടനെയാണ് വെൽക്കം സോങ്. അപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. സാരിയിൽ ഈ ഡാൻസ് കളിച്ചാൽ ശരിയാകുമോ എന്നൊരു ടെൻഷനും കൂടി ഉണ്ടായിരുന്നു എനിക്ക്. പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ നിന്നിട്ട് എൻ്റെ ഗുരുക്കന്മാരുടെ മുന്നിൽ തെറ്റിച്ചാലും അതൊരു വിഷമമല്ലേ. എന്തായാലും രണ്ടും കൽപ്പിച്ച് ദൈവത്തെ മനസ്സിൽ വിചാരിച്ചങ്ങ് കളിച്ചു. മാർഗഴിത്തിങ്കൾ മതി നിറൈந்த നന്നാളാൽ മാർഗഴിത്തിങ്കൾ മതി നിറൈந்த നന്നാളാൽ നീരാട പോതുവീർ പൊതുമിനു നേരിടയീർ നീരാട പോതുവീർ പൊതുമിനു നേരിടയീർ സീമൽകുമായി പാടി സീമൽകുമായി പാടി செல்வச்சிறுமீர்காள் சீமல்குமாய் பாடி செல்வச்சிறுமீர்காள் கூர்வேல் கொடுந்தோழிலன் நந்தகோபன் குமரன் கூர்வேல் கொடுந்தோழிலன் நந்தகோபன் குமரன் சசனிபா சசசரி சசமரி சமமாப பமம பமமரி சமரி சசானி பமமப சாசனி ரிசனி ரிசனி பரி சனி ப சனி பமனி பமரி பமரி ச பப சசானி பமரி சாரி பம சீமல்குமாய் பாடி செல்வச்சிறுநீர்காள் கூர்மில் கொடுந்தோழிலன் நந்தகோபன் குமரன்
കണ്ണി യശോദയിളഞ്ചിങ്കം കാർമേനി ചെങ്കൺ കതിർമതിയും പോൽ മുഖത്താൽ കാർമേനി ചെങ്കൺ കതിർമതിയും പോൽ മുഖത്താൽ നാരായണനേ നമകേ. നാരായണനേ നമകേ പறை തരുവാൻ നാരായണനേ നമകേ പறை തരുവാൻ പാരൂർ പുകഴ പടിന്തേലൊരെമ്പാവാൻ പാരൂർ പുകഴ പടിന്തേലൊരെമ്പാവാൻ സപമരി സപമരി സപമഗ മപനി പഗ മപമഗ പമരി നിപമരി സനി പമരി രിസ പസ മപ രിഗമപ സാനി പമ സപമരി സപമരി സപമഗ മപനി പഗ മപമഗ പമരി നിപമരി സനി പമരി രിസ പസ മപ. വെൽക്കം സോങ് കഴിഞ്ഞപ്പോൾ കല്ലു എന്നോട് പറയാണ്, ചിറ്റ ആ സൈഡിലൊന്ന് പോയി നിൽക്കണേ, ഞങ്ങളുടെ വേറൊരു പെർഫോമൻസ് ഉണ്ടെന്ന്. ഞാൻ അറിഞ്ഞതേ അല്ല ഇങ്ങനെ ഒരു ഡാൻസിൻ്റെ കാര്യം കേട്ടോ. ഞാനിതുവരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് കുറച്ച് പാട്ടുകളെടുത്ത് മീരയുടെ ദുഃഖത്തിലെ എന്നുള്ളിലേതോ കുയിലേ നിൻ ഈ 2 പാട്ടുകൾ, പിന്നെ ഹരിഹരൻ പിള്ള ആ സിനിമയിലെ മുന്തിരിവാവേ, അങ്ങനെ കുറച്ച് പാട്ടുകളെടുത്ത് ഇവർ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത് എനിക്കുള്ള ഡെഡിക്കേഷനാണെന്നാണ് പറഞ്ഞത്. ഒരുപാട് സന്തോഷം തോന്നി കുട്ടികളിത് ചെയ്ത് കണ്ടപ്പോൾ. ഒന്നാമത് അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഉള്ള സമയത്ത് ആരും അറിയാതെ പ്രാക്ടീസൊക്കെ ചെയ്ത് കല്യാണിയാണ് അതിന് മുൻകൈ എടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു പെർഫോമൻസ് അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതിനിടയിൽ എന്നെ കൂടെ പിടിച്ചുകൊണ്ട് പോയി സ്റ്റേജിലേക്ക്. ഓൾറെഡി ഞാൻ ഈ കിളി പോയ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ആ ഒരവസ്ഥയിലായിരുന്നു. പിന്നെ കുട്ടികൾ ചെയ്യുന്നത് കണ്ട അവരുടെ ഒപ്പം 1-2 സ്റ്റെപ്പൊക്കെ വെച്ചു. എന്തായാലും ഭയങ്കര സന്തോഷമായി, അവരങ്ങനെ ഒരു എഫേർട്ട് എടുത്തല്ലോ. അങ്ങനെ കുട്ടികളുടെ വക നൃത്തരൂപത്തിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ്. ഒരുപാട് സന്തോഷം. ഇതൊരു സർപ്രൈസ് പെർഫോമൻസ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. 10 പേര് ഒരു ഐറ്റത്തിലുണ്ടെങ്കിൽ സാധാരണ 5 പേര് 4 പേര് ഇങ്ങനെയൊക്കെ പൊഴിഞ്ഞാണ് വരാറ്. ഒരു 3 ദിവസം കൊണ്ടാണ് എല്ലാവരെയും കൂടെ എനിക്ക് ഒന്ന് പ്രാക്ടീസിന് കിട്ടുന്നത്. എന്നിട്ട് പോലും ഇവരുടെ ഐറ്റത്തിന് വിളിക്കുമ്പോൾ കാണത്തില്ല. എവിടെയൊക്കെ ഇപ്പം ഞാൻ വഴക്ക് പറഞ്ഞു, നിങ്ങൾ എന്തിനാ വന്ന് സംസാരിക്കാനാണോ വന്നേ, പ്രാക്ടീസിനല്ലേ? അപ്പം ഇതായിരുന്നു അല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചുവടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കണങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടന്നു വന്ന രജത ജൂബിലി ആഘോഷ പരിപാടിയുടെ സമാപനം കുറിക്കുന്ന ഇന്നേ ദിവസം നമ്മുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാം എന്ന് ഏറ്റിരുന്നത് കൊല്ലത്തിന്റെ പ്രിയപ്പെട്ട MP ശ്രീ NK പ്രേമചന്ദ്രൻ അവറുകളാണ്. അദ്ദേഹം അടിയന്തരമായി മറ്റേതോ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ടും വളരെ ദൂരത്തായതുകൊണ്ടും കൃത്യം 2 മണിക്ക് തന്നെ ഇവിടെ വന്നിട്ട് അദ്ദേഹം നമ്മുടെ അനുവാദത്തോടു കൂടി ഇവിടെ നിന്ന് പോയിട്ടുള്ളതുമാകുന്നു.
അദ്ദേഹം ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ ചവറയുടെ പ്രിയങ്കരനായ നൃത്യോദയയുടെ ഏറെ പ്രിയപ്പെട്ട, എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല, നൃത്യോദയയിൽ ഒരു മുട്ടുസൂചി താഴെ വീണു എന്ന് പറയുമ്പോൾ അവിടെ ഓടിയെത്തുന്ന ചവറയുടെ പ്രിയങ്കരനായ നമ്മുടെ സഹോദരൻ എന്ന് പറയണം, നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട അമ്മമാരുടെ മകൻ, സഹോദരിമാരുടെ ഒരു സഹോദരൻ, ഏത് വീട്ടിലും എപ്പോഴും ഏതാവശ്യത്തിനും എപ്പോഴും പറഞ്ഞെത്തുന്ന നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ചവറയുടെ പ്രിയപ്പെട്ട MLA, അദ്ദേഹത്തെ വിനയപൂർവ്വം ആദരപൂർവ്വം ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സമ്മേളന നടപടിയുടെ ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വാഗതം ആശംസിക്കേണ്ട ചടങ്ങാണ് അടുത്തത്. യാതൊരു നിവൃത്തിയുമില്ല, അദ്ദേഹത്തിന് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഏവരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടി അദ്ദേഹത്തെ ഈ സമ്മേളനം ഭദ്രദീപം തെളിയിച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വിനയപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എൻ്റെ കലാജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിന്റെ രജത ജൂബിലി ആഘോഷ ചടങ്ങുകളുമായി രജത ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം മുതൽ കുട്ടികളുടെ കലാപരിപാടികൾ അവസാനിക്കുന്നത് വരെയും നിറഞ്ഞ സദസ്സായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടന്നു വരുന്ന നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലാങ്കാണ് കേട്ടോ, എന്താ പറയണ്ടേ, ഒന്നും അറിയില്ല. ഒരുപാട് സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, കൃതജ്ഞത, അങ്ങനെ ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. നൃത്യോദയ 25 വർഷം പൂർത്തീകരിച്ചു, 25 വർഷം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഒരു അത്ഭുതം ആണ്. കാരണം ഇതൊന്നും സ്വപ്നം കാണാതെ 2.5 വയസ്സുള്ള മകളെ നൃത്തം അഭ്യസിപ്പിക്കാൻ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്ത് നിന്നത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. നൃത്യോദയ 25 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എൻ്റെ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ്. കാരണം യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ, എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് ഒരു പേരൻസും അവരുടെ സ്വന്തം പേരുള്ള സ്ഥലം പോലും വിറ്റ് മക്കളെ ഡാൻസ് അല്ലെങ്കിൽ കലാപരമായ കഴിവുകൾക്ക് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുമെന്ന്. എൻ്റെ പേരൻസ് അത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് എന്നെയും എൻ്റെ സഹോദരി അഞ്ജലി ദേവി ഞങ്ങളെ 2 പേരെയും ഡാൻസ് അഭ്യസിപ്പിച്ചത്. 2.5 വയസ്സിലായിരുന്നു ഞാൻ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയത്. ചവറ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ അന്ന് ഇതുപോലെ അടുത്തടുത്ത് നൃത്ത വിദ്യാലയങ്ങളൊന്നുമില്ല. ശാർംഗധരൻ എന്ന് പറഞ്ഞൊരു മാഷാണ്, എൻ്റെ ചേച്ചിയാണ് ഡാൻസ് പഠിപ്പിക്കാനായിട്ട് വന്നത്. അപ്പോൾ മാഷ് പോയി കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ തനിയിൽ നിന്ന് കളിക്കുന്നതൊക്കെ കണ്ടിട്ടാണ് അമ്മയ്ക്കും അച്ഛനും എനിക്കതിലൊരു അഭിരുചിയുണ്ട് എന്ന് മനസ്സിലാക്കി എന്നെയും കൂടെ ഡാൻസ് പഠിപ്പിച്ച് തുടങ്ങുന്നത്. അതായിരുന്നു തുടക്കം. എനിക്ക് ഓർമ്മയില്ല, അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ് കേട്ടോ. അങ്ങനെ എൻ്റെ അച്ഛൻ അന്വേഷണം ആരംഭിച്ചു, എവിടെയാണ് നല്ല ക്ലാസിക്കൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ കിട്ടുകയെന്ന്. അങ്ങനെ നിരവധി അധ്യാപകരുടെ കീഴിൽ നൃത്തം അഭ്യസിച്ചു. 7ാം ക്ലാസ് വെക്കേഷനാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട റിഗാറ്റ ഗിരിജാചന്ദ്രൻ ടീച്ചറുടെ അടുത്ത് എത്തുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു വിഷമമുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടീച്ചർ എൻ്റെ കൂടെ ഇല്ല. ടീച്ചറിൻ്റെയും സ്കൂളിൻ്റെ ആനുവൽ ഡേ ആണ്, 53rd ആനുവൽ ഡേ ആണ്. ഇന്നാണ് തുടക്കം. ഞാൻ നമ്മുടെ ഇന്നാണ് ഡേറ്റ് എന്ന് പറയുമ്പോഴാണ് ടീച്ചർ പറഞ്ഞ, അയ്യോ മോളെ എൻ്റെയും ആനുവൽ ഡേ ഇന്നാണ് തുടങ്ങുന്നതെന്ന്. പക്ഷേ ടീച്ചറിൻ്റെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നൃത്യോദയയുടെ ഉദ്ഘാടന ചടങ്ങിലും ട്രിവാൻഡ്രത്ത് ബ്രാഞ്ച് തുടങ്ങിയപ്പോഴൊക്കെ ഗിരി ടീച്ചർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ടീച്ചറിനെ എനിക്ക് ശരിക്കും മിസ് ചെയ്യാണ്. മനസ്സുകൊണ്ട് ഞാൻ ടീച്ചറിൻ്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുന്നു. ഗിരി ടീച്ചറിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷമാണ് ഞാൻ നൃത്തകലയെക്കുറിച്ച് കൂടുതൽ, അതുവരെ എനിക്കെല്ലാം ഡാൻസായിരുന്നു.
പിന്നെയാണ് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം, ഇതൊക്കെ വെവ്വേറെ ഇനങ്ങളാണ്. ഇതിനൊക്കെ ഓരോ അടിത്തറയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, താളങ്ങളെ പറ്റിയൊക്കെയുള്ള അറിവ് കിട്ടിത്തുടങ്ങുന്നത് എനിക്ക് ഗിരിയ ടീച്ചറിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷമാണ്. ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് ആണ് ഞാൻ വെക്കേഷൻ സമയത്ത് പഠിച്ചിരുന്നത്. അതുപോലെ എനിക്കിപ്പോൾ കുറച്ച് പേരുടെ പേരുകൾ എനിക്ക് പറഞ്ഞേ പറ്റൂ. ഗിരിയ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ചന്ദ്രൻ അങ്കിളും ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ, ഗിരിയ ടീച്ചറിൻ്റെ അനിയത്തിയാണ് കേട്ടോ ശ്യാമള ടീച്ചർ, ഗീതാ കൃഷ്ണകുമാർ എന്നാണ് ഒഫീഷ്യൽ നെയിം. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എല്ലാ ബ്രാഞ്ചിലും രാവിലെ ഒരു സ്ഥലത്ത്, ഉച്ചയ്ക്ക് വേറൊരു സ്ഥലത്ത്, വൈകിട്ട് വേറൊരു സ്ഥലത്ത്, ഇങ്ങനെയാണ് പ്രാക്ടീസിന് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ശ്യാമൾ ടീച്ചറിൻ്റെ അടുത്തും പ്രാക്ടീസ് ഉണ്ടാവും. അപ്പം മിക്കപ്പോഴും ചന്ദ്രനങ്കിളാണ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ശ്യാമൾ ടീച്ചർ എനിക്ക് 9ാം ക്ലാസ്സിൽ, 8ാം ക്ലാസ്സിൽ തന്നെ മായേ, വർണ്ണം, കുമുദിനി, മോഹിനിയാട്ടം ഒക്കെ പഠിപ്പിച്ചത്. ഇപ്പോൾ ഭരതനാട്യ കച്ചേരിക്കാണെങ്കിലും വർണ്ണം ശ്യാമൾ ടീച്ചറും ഗിരിയ ടീച്ചറിൻ്റെ മകൾ ചിക്കുവും കൂടിയാണ് ചിട്ടപ്പെടുത്തിയതൊക്കെ. പിന്നെ ടീച്ചറിൻ്റെ അച്ഛൻ, ഗിരിയ ടീച്ചറിൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തികളാണ്. അതുപോലെ എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ കൂടെ ഇല്ലാത്ത എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച, ഞാനൊരു ഒരുപാട് വേദികളിൽ പോയി പ്രൈസ് വാങ്ങുന്നതൊക്കെ കണ്ട് സന്തോഷിച്ച 2-3 വ്യക്തികളുണ്ട്. എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, എൻ്റെ വല്യച്ഛൻ, വല്യമ്മ, അച്ഛൻ്റെ ചേട്ടൻ, കടയച്ഛൻ എന്നാണ് വിളിക്കുന്നത്, വല്യച്ഛൻ. അങ്ങനെ അവർ 4 പേരും ഇന്നിപ്പോൾ കൂടെ ഇല്ല, എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അവരെയൊക്കെ എനിക്ക് ഈ ഒരു നിമിഷം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ കലോത്സവ വേദികളിൽ എനിക്ക് വേണ്ടി പക്കമേളം ഓർക്കസ്ട്ര, അന്ന് ലൈവാണല്ലോ, ഇന്നത്തെ പോലെ CD അല്ല, ലൈവ് പെർഫോമൻസാണ് ഓർക്കസ്ട്ര വായിച്ചവർ. അതുപോലെ എൻ്റെ ടീച്ചേഴ്സ്, ചിത്ര ടീച്ചറുണ്ട്, കേരള നടനം പഠിപ്പിച്ച ചിത്ര ടീച്ചറും കുച്ചിപ്പുടി പഠിപ്പിച്ച ബിജില ടീച്ചറും ഉണ്ട്. ജോബ് മാഷ് വന്നിട്ടില്ല. അതുപോലെ മോണോ ആക്ട്, എനിക്ക് 10ാം ക്ലാസ്സിൽ കലാതിലകം എന്നൊരു ടൈറ്റിൽ കിട്ടാനുള്ള കാരണം സിറാജങ്കിളാണ്. സിറാജങ്കിളുടെ മകൾ അനുജ ചേച്ചി, എനിക്കൊന്ന് അങ്കിളിനേക്കാളും ചേച്ചിയാണ് എന്നെ കുറേ കൂടെ ട്രെയിൻ ചെയ്തത്. എനിക്കാണെങ്കിൽ ഭയങ്കര ചമ്മലുള്ള ഒരാളാണ്. സ്റ്റേജിൽ കയറിയാൽ ഡാൻസൊക്കെ കളിക്കും എന്നല്ലാണ്ട് കുറച്ച് ഷൈ ആണ് ഞാൻ. അപ്പോൾ ഞാൻ മോണോ ആക്ടിന് ഓരോ ഈ സൗണ്ട് വേരിയേഷനൊക്കെ വരുമ്പോൾ ചേച്ചി നന്നായിട്ട് പെർഫോം ചെയ്യും. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ചിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നെ അത്രയും ട്രെയിൻ ചെയ്തത് സിറാജങ്കിളാണ്. അങ്ങനെ പിന്നെ നിരവധി ചെണ്ട, വയലിൻ, ഓട്ടംതുള്ളൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ച് അവിടെ ഇവിടെയായിട്ട് പഠിച്ചു. ഇന്നിപ്പോൾ നൃത്യോദയ 25 വർഷം പിന്നിടുകയാണ്. നൃത്യോദയക്കൊപ്പം നിന്ന എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. നൃത്യോദയയുടെ തുടക്കം തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും ഓടി വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് വിജയമാമൻ, ചവറ വിജയംപിള്ള അദ്ദേഹം. അതുപോലെ പാർക്കുട്ടിയമ്മ ടീച്ചർ, DD ആയിരുന്ന കമലമ്മ ടീച്ചർ, ഇവരാരും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഓൾറെഡി നമ്മുടെ സമയം ഒത്തിരി ഡിലേ ആയി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രോഗ്രാം. അപ്പോൾ ഞാൻ ഔദ്യോഗികമായി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. രജത ജൂബിലി ആഘോഷങ്ങളുടെ അധ്യക്ഷനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിനുസാറിനെ പറ്റി കുറച്ച് വാക്ക് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം നമുക്ക് ബ്ലഡ് റിലേഷൻ വേണം എന്നില്ല ഒരു സഹോദരനെ കിട്ടാൻ. ആ ഒരു തരത്തിൽ ബിനുസാറിൻ്റെ മകൾ ശ്രീലക്ഷ്മിയാണ് വീട്ടിൽ ആദ്യം പഠിക്കാനായിട്ട് വരുന്നത്. അങ്ങനെയാണ് ബിനുസാറിനെയും രാജചേച്ചിയെയും പരിചയപ്പെടുന്നത്. പക്ഷേ ആ ഒരു അടുപ്പം വളർന്ന് ഇപ്പോൾ ഞങ്ങളൊരു കുടുംബം തന്നെയാണ്. അത്രയ്ക്ക് ആത്മബന്ധമാണ്. ഇന്ന് ഈ ഫങ്ഷൻ ഇത്രയും ആക്കിയതിൻ്റെ 1/4 ഭാഗവും ബിനുസാറ് തന്നെയാണ്. എല്ലാ കാര്യത്തിനും അതെനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾക്കൊരു PTA ഉണ്ട്. PTAയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് അംഗങ്ങൾ ഉണ്ട്. അവരെയും ഞാൻ ഓർക്കുന്നു. അവർക്ക് എല്ലാവർക്കും ബിനുസാറിന് ഞാൻ താങ്ക്സ് പറയത്തില്ല. കാരണം നമ്മുടെ സഹോദരൻ നമ്മൾ താങ്ക്സ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. ബിനുസാറിന് ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാം എന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ ബഹുമാന്യായ MP ശ്രീ NK പ്രേമചന്ദ്രൻ അവർകളാണ്. അദ്ദേഹം വന്നിരുന്നു. ഇന്ന് ഒരുപാട് പ്രോഗ്രാംസ് ഉള്ളത് കാരണം അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. തിരക്കുകൾക്കിടയിലും വന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നൃത്യോദയ ഔദ്യോഗികമായി നൃത്യോദയ എന്നൊരു പേരിലേക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നടന്ന ആ ഒരു ചടങ്ങിലും അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ഓണാഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നമ്മുടെ
യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ സുജിത് വിജയംപിള്ള MLA, അദ്ദേഹവും നൃത്യോദയയുടെ ഏത് പ്രോഗ്രാം വിളിച്ചാലും എത്ര തിരക്കുണ്ടെങ്കിലും ഓടി വരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു തവണ കഴിഞ്ഞ ജൂൺ മാസം ഞങ്ങളുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം വന്നായിരുന്നു. ഒരു മെഡിക്കൽ ക്യാമ്പും ഒക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞങ്ങളുടെ റോഡെന്ന് വെച്ചാൽ ഭയങ്കര വെള്ളം നിറഞ്ഞ് ആൾക്കാർക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അന്ന് ഞങ്ങളൊരു അപേക്ഷയൊക്കെ കൊടുത്ത് ഇപ്പോൾ ഞങ്ങളുടെ റോഡ് കുറച്ച് പണികളും കൂടെ ഉണ്ട്, വളരെ ഭംഗിയാക്കി. ഈ ഒരു വർഷം കാലം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും നമ്മുടെ നൃത്യോദയയുടെ ഫ്രണ്ടിലുള്ള റോഡ് ഭംഗിയാക്കി. അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. പിന്നീട് നമ്മുടെ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ശ്രീ യദുകൃഷ്ണൻ, യദുചേട്ടൻ. എനിക്ക് തോന്നുന്നു ഞാനൊരു 10ാം ക്ലാസ് തൊട്ട് എനിക്ക് യദുചേട്ടനെ അറിയാം. ഞങ്ങൾ ആദ്യമായിട്ട് ഒന്നിച്ച് അഭിനയിക്കുന്നത് മഹാത്മാഗാന്ധി കോളനി എന്ന് പറയുന്ന ഒരു സീരിയലാണ്. ഇപ്പോൾ അടുത്ത് ഞങ്ങൾ വർക്ക് ചെയ്തതാണ് കനൽപ്പൂവ്, സൂര്യ TV യിൽ സംപ്രേഷണം ചെയ്യുന്ന കനൽപ്പൂവിൽ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഹസ്ബൻഡും വളരെ പാവം ഭാര്യയുമായിട്ടാണ് ഞാനും യദുചേട്ടനും അഭിനയിച്ചത്. ശരിക്കും യദുചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എന്താ പറയേണ്ടത്, നമുക്ക് അതിൽ ഞാൻ എപ്പോഴും കരയുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഗ്ലിസറിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. അത് എൻ്റെ കഴിവല്ല, എൻ്റെ കൂടെ നിന്ന് അഭിനയിക്കുന്ന യദുചേട്ടൻ്റെ കഴിവാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അദ്ദേഹം അത്രയ്ക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഓരോ സീനും. എന്താണ് ടേക്കിൽ ചെയ്യാമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. അതിന് ഒരു യദുചേട്ടൻ്റെ സജഷനിലാണ് എൻ്റെ ഷോട്ടെങ്കിൽ പോലും യദുചേട്ടൻ്റെ അത്രയും ഇമോഷൻ എടുത്ത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കരഞ്ഞു പോകും. പിന്നെ നമ്മുടെ ലൈഫിലെ കുറേ കാര്യങ്ങളായിട്ട് കണക്ഷനും കൂടെ വരുമ്പോൾ ആ ഒരു ഇമോഷനിലേക്ക് എത്തും. അപ്പോൾ എപ്പോഴും അതുപോലെ യദുചേട്ടന് ഡാൻസ് ഇഷ്ടമാണ്. മോഹിനിയാട്ടവും നാടോടി നൃത്തമൊക്കെ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാനിത് വിളിച്ചപ്പോൾ തന്നെ ഒന്നും പറയാതെ ഞാൻ ആദ്യം യദുചേട്ടനെയാണ് വിളിക്കുന്നത്, വരാൻ പറ്റുമോ, പിന്നെന്താ വരാലോ അമ്പിളിക്കുട്ടാന്നാണ് വിളിക്കുന്നത് എന്നെ. കനൽപ്പൂവ് ലൊക്കേഷൻ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ പിന്നെന്താ വരാലോ അമ്പിളിക്കുട്ടാന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് യദുചേട്ടാ. അപ്പോൾ ഇനി ഒരുപാട് വർക്കുകൾ, ഇപ്പം സിനിമകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് യദുചേട്ടനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ വരാം എന്ന് പറഞ്ഞിരിക്കുന്ന ശ്രീ R. മഹേഷ് MLA, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ശ്രീ ഷിബു ബേബി ജോൺ, അദ്ദേഹവും നിരവധി ഫംഗ്ഷനുകളിൽ നൃത്യോദയയുടെ മുൻകാലങ്ങളിൽ നടന്ന പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും നൃത്യോദയക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നൃത്യോദയയിലെ കലാപ്രതിഭകളെ ആദരിക്കാൻ എത്തിയ വിനുചേട്ടൻ, ശ്രീ വിനു കിരിയത്ത് ടീച്ചറിൻ്റെയും ശ്യാമൽ ടീച്ചറിൻ്റെയും ബ്രദറാണ്. റിഗാറ്റയിൽ ചെല്ലുമ്പോഴാണ് ഞാൻ വിനുചേട്ടനെ കാണുന്നത്. വിളിച്ചപ്പോൾ തന്നെ വിനുചേട്ടൻ ഒരു എതിർപ്പും പറയാതെ, വേറെ ഏതൊക്കെയോ പരിപാടികൾ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു, എത്താമെന്ന് ഏറ്റ് അദ്ദേഹം കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. വിനുചേട്ടനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് മെഗാ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്താൻ എത്തിയ ശ്രീ ടി മനോഹരൻ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്നിവിടെ എത്താത്ത എൻ്റെ ഗുരുക്കന്മാരെയും ഞാൻ മനസ്സുകൊണ്ട് സ്മരിക്കുകയാണ്. ആശംസ അർപ്പിക്കാനെത്തിയ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ രജത ജൂബിലി ആഘോഷങ്ങളെക്കുറിച്ച് ഇന്നൊരു സപ്ലിമെൻ്റ് ഇറങ്ങിയിരുന്നു മാതൃഭൂമി ദിനപത്രത്തിൽ. അതിൻ്റെ കോർഡിനേഷൻ ചെയ്തത് മാതൃഭൂമി പുതുക്കാട് ഏജൻ്റായ ശ്രീ ദേവദാസാണ്. അദ്ദേഹത്തോടും ഉള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ കൂടാതെ എൻ്റെ നൃത്യോദയയിലെ എല്ലാ കുട്ടികളും, രക്ഷകർത്താക്കൾ, പിന്നെ നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ, PTA കമ്മിറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സും, ഇനി ആരെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതേപോലെ നമ്മൾ 38ഓളം വ്യക്തിത്വങ്ങൾക്ക് ചവറയിലും ഈ പരിസര പ്രദേശങ്ങളിലും വിവിധ മേഖലകളിലും മികവ് പുലർത്തിയ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നുണ്ട്. ആദരവ് ഏറ്റുവാങ്ങാൻ വന്നെത്തിയ എല്ലാവരും, അതുപോലെ നൃത്യോദയയുടെ സ്റ്റാഫ്, എല്ലാ പാട്ട്, ചെണ്ട, വയലിൻ, കളരി ഒക്കെ അഭ്യസിപ്പിക്കുന്ന നൃത്തം എൻ്റെ കൂടെ നയനയും ബ്രിഗാറ്റയിലെ സ്റ്റുഡൻ്റാണ്. വന്നെത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം എൻ്റെ ഈ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണല്ലോ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടത് എന്നുള്ളൊരു വിൽ പവർ ഉണ്ടാവുന്നത്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില വിഷമങ്ങൾ ഉണ്ടാകാൻ
സാഹചര്യം ഒരുക്കിയവരെയും സ്മരിക്കുകയാണ്. കാരണം അവരും കൂടെ കാരണമാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട ഷിബു സാറിന് മുൻ മന്ത്രി എന്ന നിലയിലും അല്ലാതെ ജനപ്രതിനിധി എന്ന നിലയിലും അദ്ദേഹത്തിന് ഒരുപാട് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു മാറി കൊടുക്കുകയാണ്. യാതൊരു കാര്യവും ഇപ്പോൾ പറയുന്നില്ല. പങ്കെടുത്ത എല്ലാവർക്കും ആശംസ അറിയിക്കുന്നു. നിത്യോദയ ഡാൻസ് ആൻഡ് മ്യൂസിക് സ്കൂളിൻ്റെ 25ാമത് വാർഷിക ആഘോഷങ്ങളുടെ സമാപ്തിയിലേക്ക് കടക്കുമ്പോൾ ഒരു ചവറക്കാരൻ എന്നുള്ള നിലയിൽ അഭിമാനബോധത്തോടുകൂടി തന്നെയാണ് ഇതിനെ വീക്ഷിക്കുന്നത്. ഇവിടെ നമ്മളെല്ലാവരും ഇരുന്നപ്പോൾ ഇവിടെ ഒരുക്കിയ ദൃശ്യവിരുന്ന്, ആ കലാവിരുന്ന് തന്നെ ഈ സ്ഥാപനം പുലർത്തുന്ന ഉന്നത നിലവാരത്തിൻ്റെ ഉദാഹരണമായി അതിനെ കാണാൻ സാധിക്കും. ഞാൻ ഓർക്കുന്നത് അമ്പിളിക്ക് ആദ്യം കലാതിലകം കിട്ടിയ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. അന്ന് ഞാൻ പൊതുരംഗത്തേക്ക് ഇങ്ങനെ കടന്നു വന്ന് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന MLA ആയില്ല, അതിന് തൊട്ടുമുമ്പുള്ള കാലഘട്ടമാണ്. അന്ന് ആ നാടാകെ ഒരു അഭിമാനവും ആ ഒരു വലിയ ആഘോഷവുമായി അന്ന് മാറുകയായി. നിരവധി അനുമോദന ചടങ്ങുകൾ നാടാകെ ആഘോഷിക്കും. നമ്മുടെ പ്രദേശത്തു നിന്ന് അങ്ങനെ മിടുക്കിയായ ഒരു കുട്ടി വളർന്നു വന്നു. 25 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഈ സ്ഥാപനം പുലർത്തുന്ന നിലവാരവും ഉന്നത നിലവാരം തന്നെ ആ വ്യക്തിത്വം എന്താണെന്ന് തെളിയിക്കുന്നതാണ്. ഒരു കാര്യം, ഒറ്റ കാര്യത്തിൽ മാത്രമേ നമുക്കിത് മാതൃകയാക്കാൻ നോക്കൂ. ഇന്ന് ഏത് മേഖലയിൽ നമ്മൾ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മളിലുള്ള ഓരോ സർഗവാസനയും കലാവാസനയും അത് വികസിപ്പിച്ചെടുത്താൽ അതൊരു ജീവിതമാർഗമായി മാറും. അവിടെയാണ് അമ്പിളി ദേവിയെ പോലൊരു വ്യക്തിയെ നമ്മൾ മാതൃകയാക്കേണ്ടത്. അവരിവിടെ സൂചിപ്പിച്ചു, 2.5 വയസ്സ് മുതൽ നൃത്തം പഠിക്കാനിറങ്ങി അതിൻ്റെ ആ ഡെഡിക്കേഷൻ, ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ഏതറ്റം വരെയും അധ്വാനിക്കാൻ തയ്യാറായി. അവർക്കൊരു നെടുന്തൂണായ രക്ഷിതാക്കളും അച്ഛനും അമ്മയും നിൽക്കുമ്പോൾ ആ കുട്ടിയും അതിന് തയ്യാറായി. അതാണ് ഇന്ന് കേരളം അറിയപ്പെടുന്ന, അല്ലെങ്കിൽ മലയാളി ഉള്ളിടത്തോളം എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയത്. അത് മാതൃകയാക്കിക്കൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്നവരും അത് വീക്ഷിക്കുന്നവരും അവരുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് കുറുക്ക് വഴിയില്ല, എളുപ്പ വഴിയില്ല, കഠിനാധ്വാനം ചെയ്തേ പറ്റൂ എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ഈ സ്ഥാപനം കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഒരിക്കൽ കൂടി ഈ സ്ഥാപനത്തിൻ്റെ ഈ സംഘാടക സമിതിയെ അഭിവാദ്യം ചെയ്തു അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരിക്കലും ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു ഫീലിംഗ് എനിക്കില്ല. അതിൻ്റെ അടിസ്ഥാനമായ കാരണം എന്ന് പറയുന്നത്, ഒന്ന്, അമ്പിളിയുമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. വർഷങ്ങളായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ അമ്പിളി പറഞ്ഞതുപോലെ തന്നെ മഹാത്മാഗാന്ധി കോളനി, അതുപോലെ തന്നെ ജലമോഹിനി എന്ന് പറഞ്ഞൊരു സീരിയൽ, ഇതിലൊക്കെ തുടക്കകാലത്ത് കാമുകൻ കാമുകിയായിരുന്നു. പിന്നെ ഭാര്യ ഭർത്താവായി. ഇപ്പോൾ കനൽപ്പൂ വന്നപ്പോൾ മുതിർന്ന മക്കളുടെ ഭാര്യ, മുതിർന്ന മക്കളുടെ അച്ഛനമ്മമാര്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലഘട്ടത്തിലുള്ള പരിചയമുണ്ട്. പിന്നെ അമ്പിളിയുടെ അച്ഛനും അമ്മയും അവർ അമ്പിളിക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, അത് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് എനിക്കറിയാം. കാരണം അച്ഛനൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഓരോ പ്രാവശ്യവും ഇവിടുന്ന് തിരുവനന്തപുരത്ത് വന്ന് ഷൂട്ടിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ തിരിച്ച് രാത്രി കാലങ്ങളിലൊക്കെ തിരിച്ചു വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും അവർക്ക് അവരുടെ മകളിലോടുള്ള സ്നേഹം, ആ സ്നേഹം കൊണ്ടാണ് അത് ഇത്രയും കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അമ്പിളിയിലെ കലാകാരി, ഇപ്പോൾ അമ്പിളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കൂടെ അഭിനയിക്കുന്ന സമയത്തുള്ള സീനുകളിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അമ്പിളിക്ക് ഉണ്ടായിരുന്നെന്ന് പോലും ഞാൻ അറിയുന്നത്. കൂടെ നിന്ന് അഭിനയിക്കുന്ന സമയത്ത് കൂടെ നിൽക്കുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നടീനടന്മാർ നന്നാവുമ്പോൾ മാത്രമേ നമ്മൾ നന്നാവുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം അമ്പിളിയുടെ കൂടെ നിൽക്കുമ്പോൾ, കാരണം അമ്പിളിയുടെ മുഖത്തുനിന്ന് വരുന്ന എക്സ്പ്രഷൻ എന്നെ കൊണ്ട് കൂടുതൽ ചെയ്യിക്കും. അത് നമ്മൾ നന്നാകുമ്പോൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ കാണുന്ന ആളുകൾക്കും എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ 25ാമത് ആഘോഷ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനമുണ്ട്. കുട്ടികളെല്ലാവരും അവതരിപ്പിച്ച സ്വാഗത നൃത്തം മനോഹരമായിരുന്നു. എല്ലാവരും അത് അസ്സലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ ഈ ഒരു ചടങ്ങിനെ കാണുന്നു.
വേറൊന്നും കൂടുതലായിട്ട് പറയാനില്ല. കുട്ടികളെല്ലാവരും നല്ല നല്ല രീതിയിലുള്ള വലിയ വലിയ കലാകാരികളായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കലാസന്ധ്യയുടെ ഉദ്ഘാടനം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം സദ്ഗുരുഭ്യോ നമഃ. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്പിളി ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നെന്ന് പറഞ്ഞു. അമ്പിളി എന്ന് പേര് കേട്ട ആ പേരിന് അന്വർത്ഥമായ ഒരു സുന്ദര മുഖം, നല്ല ചിരി. അപ്പോൾ പിന്നെ നൃത്തം പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരു പ്രചോദനമുണ്ടായി ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ. അങ്ങനെ 2000-ൽ മോഹിനിയാട്ടം, ഭരതനാട്യം, കേരള നടനം, അങ്ങനെ വിവിധ കലാരൂപങ്ങളിൽ പങ്കെടുത്ത് മത്സരിച്ചു. 2001-ൽ കലാതിലകവും കരസ്ഥമാക്കി. 2000-ൽ മോഹിനിയാട്ടം പഠിക്കുവാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. എൻ്റെ ചേച്ചി മറ്റതെല്ലാം പഠിപ്പിച്ചു. ചേച്ചി എന്നെ മോഹിനിയാട്ടം അമ്പിളിയെ പഠിപ്പിക്കാനായിട്ട് നിയോഗിച്ചു. അങ്ങനെ അമ്പിളി എൻ്റെ സ്ഥാപനത്തിൽ വരുന്നു, ചേച്ചിയോടൊപ്പം തന്നെ വന്നു. ഞാൻ അന്ന് ആ പഠിപ്പിച്ച ഐറ്റം പഠിപ്പിക്കുന്ന ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന, ഞാൻ മനസ്സിൽ കണ്ട അതേ ഭാവങ്ങൾ ആണ് അമ്പിളിയുടെ മുഖത്ത് പ്രതിഫലിച്ചത്. ആ പഠിപ്പിച്ച ആ ഒരു സന്ദർഭം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഏവരുടെയും അനുഗ്രഹങ്ങളോടെ, ആശംസകളോടെ. അമ്പിളി, കുമുദിനി സഖി കുവലയാക്ഷനെ കണ്ടു എന്നാണ് പല്ലവി. കലാരംഗത്ത് അവരുടെ കഴിവുകൾ തെളിയിച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കുക, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം കൈവരിച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കുക തുടങ്ങിയ വിവിധ പരിപാടികളുമായി നടക്കുന്ന ഈ ചടങ്ങിന് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. ശ്രീ ഗുരുഭ്യോ നമഃ. ഞാൻ അമ്പിളി ദേവിയെ കാണുന്നത് റിക്കാറ്റയിൽ വെച്ചിട്ടാണ്. അതുപോലെയാണ് ശ്യാമള ടീച്ചറും കൊച്ചനിയൻ ചേട്ടനും ഒക്കെ എല്ലാവരെയും എനിക്ക് അവിടെ വെച്ചിട്ടാണ് പരിചയം. അവിടെ ഒരു കുടുംബാംഗം പോലെയാണ് ഞാൻ നിന്നിരുന്നത്. അതുപോലെ അവിടെ വരുന്ന എല്ലാ പിള്ളേരെയും ഗിരിജ ടീച്ചർ അങ്ങനെ തന്നെയാണ് കൊണ്ട് നടന്നതും. അതുകൊണ്ടാണ് അമ്പിളി അങ്ങനെ പറഞ്ഞത്. ടീച്ചറെ ഒരു വീട്ടിലെ അംഗമായിട്ടാണ് എല്ലാവരും അവിടെ ഉണ്ടാവാറ്. എല്ലാ കുട്ടികൾക്കും ഒരേ തുല്യമായിട്ടാണ് ടീച്ചർ എല്ലാവരും കാണാറ്. അമ്പിളിയെ പഠിപ്പിക്കാനുള്ളൊരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ അമ്പിളി ദേവിയെ അന്നാണ് ഞാൻ കാണുന്നത്. അവിടെ നിന്ന് ഇന്നോളം ശ്യാമള ടീച്ചർ പറഞ്ഞ പോലെ പേര് പോലെ തന്നെ ഐശ്വര്യമുള്ള, എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള മുഖം മാത്രമേ ഞാൻ ഇതുവരെ അമ്പിളിയിൽ കണ്ടിട്ടുള്ളൂ. എപ്പം വന്നാലും ആ ഒരു ചിരിയോടുള്ള ഒരു മുഖത്തോടു കൂടി, അതൊരു ശരിക്കും പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഈശ്വരൻ എന്നും ഈ ഒരു ചിരി ഉടനീളം ഉണ്ടാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ാണ് അഭിലയുടെ വീട്. അഭില +1 പഠിക്കുന്ന സമയത്ത് അഭിലയുടെ അമ്മയും അമ്മുമ്മയും കൂടിയാണ് എൻ്റെ അടുത്തേക്ക് അഭിലയെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് അവിടെ എവിടെയോ സ്ഥാപനത്തിലൊക്കെ പഠിച്ച്
അത്ര ബേസൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 2 വർഷം എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ച് അവിടുന്നാണ് കലാക്ഷേത്രയിൽ പോകുന്നതും. കലാക്ഷേത്രയിൽ നിന്ന് BA എടുത്തു, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA എടുത്തു. അപ്പോൾ അഭിലേക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. നാളെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നു. നല്ലൊരു കുടുംബജീവിതവും അതോടൊപ്പം തന്നെ കലാജീവിതവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അഭിലേക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നത് ശ്രീമതി ചിത്രാ മോഹനാണ്. ഞാൻ അമ്പിളിയെ കാണുന്നത് അമ്പിളി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അതായത് 2001 കാലഘട്ടത്തിലാണ് അമ്പിളിയെ പഠിപ്പിക്കാനുള്ള ഒരവസരം എനിക്കുണ്ടായത്. കാരണം ഞാൻ കേരള നടനമാണ് പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ കേരള നടനം പഠിച്ചിട്ട് ഇപ്പോൾ 50 വർഷം കഴിഞ്ഞു എങ്കിൽ തന്നെ ഇത് മത്സര രംഗത്ത് വന്നത് 99-ലാണ്. അത് കാരണം ഞങ്ങളെപ്പോലുള്ളവർ അധികം മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് അമ്പിളി ഞാൻ പരിചയപ്പെടുന്നതും ഈ ഒരു കേരള നടനം പഠിപ്പിക്കുന്നതും. എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടാണോ അമ്പിളിയുടെ ഭാഗ്യം കൊണ്ടാണോ അത് സ്റ്റേറ്റിൽ 1ാം സമ്മാനത്തിന് അർഹമാവുകയും ചെയ്തു. അതായത് ക്രിമീരപദത്തിലെ ലളിതയാണ് അമ്പിളി ചെയ്ത ഒരു വേഷം. അത്ര മനോഹരമായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തു. എനിക്ക് വാസ്തവത്തിൽ 72 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും വേദിയിൽ നൃത്തം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം നിറവേറ്റുകയാണ്. അല്ലാതെ ഇപ്പം ഞാൻ നൃത്ത ക്ലാസ് നടത്തുന്നില്ല. കാരണം എന്താ, കേരള നടനത്തിന് പഠിക്കാനായിട്ട് അധികം പേര് വരുന്നില്ല, താല്പര്യമില്ല ആർക്കും. എല്ലാവർക്കും യൂട്യൂബ് വഴി പഠിച്ച് മത്സരത്തിന് പങ്കെടുത്താൽ മതി എന്നുള്ളൊരു കാരണം അടിസ്ഥാനമായിട്ട് പഠിക്കാനായിട്ട് ആർക്കും തന്നെ ഇപ്പോൾ താല്പര്യമില്ലാതെ വരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും അത് സ്വസ്ഥമായിട്ട് വച്ച് കെട്ടിയിട്ട് ഞാൻ ഇപ്പോൾ എഴുത്തിലേക്കും പിന്നെ സ്വന്തമായി സ്റ്റേജ് പെർഫോമൻസിനും എല്ലാമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യമുണ്ട്. അമ്പിളി ദേവിയുടെ അച്ഛനും അമ്മയും മകളുടെ വളർച്ചയ്ക്ക് വേണ്ടി പുറകെ കൊണ്ട് നടക്കുന്ന അങ്ങനെയുള്ള രക്ഷകർത്താക്കൾ ഉണ്ടാവുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനമുണ്ടാകുന്നത്. അപ്പോൾ കലയായിട്ട് അംഗീകരിക്കാനുള്ളൊരു മനസ്സും കൂടെ രക്ഷകർത്താവിനുണ്ട്. സമ്മാനം കിട്ടുന്നതിലല്ല കല. എല്ലാവിധ ഭാവുകങ്ങളും ഈ ഒരു നൃത്തവിദ്യാലയത്തിന് നേരുന്നു. ഇവിടുത്തെ ഇന്ന് നൃത്തം അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും ഒരു അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി ആദരവേറ്റുവാങ്ങുന്നത് ശ്രീ കൊല്ലം സിറാജ് അവർകളാണ്. മിമിക്രി സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹത്തിന് കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡിനും അർഹനായി. ഇങ്ങനെ ഒരു ആദരവിന് വേണ്ടി വിളിച്ചതിന് അമ്പിളി ദേവിയോട് ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിക്കുന്നു. പല കുട്ടികളെയും ഞാൻ മോണോ ആക്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അമ്പിളി ദേവി പഠിപ്പിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നില്ല. വളരെ പെട്ടെന്ന് കാച്ചിങ് പവർ എന്ന് പറയാം. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചുകൊണ്ടിരിക്കും. ഒരു ചെറിയ ചമ്മലും നാണവും ഒക്കെ ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും. പിന്നെ ഞാൻ വേറൊരു കാര്യം, വളരെ നിറഞ്ഞ ഓഡിയൻസാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. മിമിക്രി ആസ്വദിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു നല്ല കൈയടി തന്നാൽ ഞാൻ ഒരു 1-2 വളരെ കൂടുതൽ സമയമെടുക്കാതെ 1-2 പേരെ അവതരിപ്പിക്കാം. നസീസാറും ജയനും പരലോകത്ത് കടങ്കഥ പറഞ്ഞ് കളിക്കുന്ന ഒരു ചെറിയ ഐറ്റം ഞാൻ അവതരിപ്പിക്കുകയാണ്. ജയൻ, നമുക്കിനി കുറച്ചു നേരം കടങ്കഥ പറഞ്ഞ് കളിക്കാം. നസീസർ റെഡിയാണെങ്കിൽ ഞാനും റെഡി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. മുറ്റത്തെ ചെപ്പിനടപ്പില്ല. കൊച്ചു കുട്ടികൾക്ക് പോലും ഈ കടങ്കഥയുടെ ഉത്തരമറിയാം. മുറ്റത്തെ ചെപ്പിനടപ്പില്ല, കിണർ. ജയ, നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഇത് കുറച്ച് ആഴം കൂടിയ കിണറാണ്.
അദ്ദേഹം കളിയാക്കിയൊന്നും വേണ്ട. അടുത്തത് എൻ്റെ കുഴമാണ്. ഞെട്ടില്ല വട്ടയില, ഞെട്ടില്ലാത്ത വട്ടയിലയോ, അങ്ങനെ ഒരു ഇലയുണ്ട്. പിടികിട്ടി ഞെട്ടില്ലാത്ത വട്ടയില പപ്പടം. എന്നോട് കളിച്ചാൽ ഇടിച്ചു നിന്നെ പപ്പടം പോലും ഞാൻ പൊടിച്ചു കളയും. അങ്ങനെയല്ല സാറേ, എന്നോട് കളിച്ചാൽ ഇടിച്ചു നിന്റെ പുട്ടും പഴവും പുറത്തെടുക്കും. സാറേ, ഈ ഇരുമ്പാണി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, സിമ്പിളാണ്, പക്ഷെ മുളയാണി പവർഫുൾ. ഇരുമ്പാണി എവിടെയും കിട്ടും, പക്ഷെ മുളയാണി കിട്ടാൻ പോണില്ല. പിന്നെ പൊൻകാരം കൊണ്ട് ചുരിക വിളക്കുക എന്നാണ്, അല്ലാതെ വളയ്ക്കുക എന്നല്ല. സാറ് അതിൽ പിടിച്ച് തൂങ്ങി ആരെയും വളയ്ക്കാനൊന്നും നോക്കണ്ട. അക്ഷരസ്ഫുടതയോടെ ഡയലോഗ് പറയുന്ന ഒരു സ്റ്റൈലാണ് രാഘവൻ ചേട്ടൻ. ഈ ഡയലോഗ് രാഘവൻ ചേട്ടൻ്റെ ശബ്ദത്തിൽ പറയുമ്പോൾ, ഇരുമ്പാണി തട്ടി മുളയണിയാക്കി പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് 16 പൊൻപണം കെടുത്തവനാ ചന്തു. മാറ്റ ചുരിക ചോദിച്ചപ്പോഴൊക്കെ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവനാ ചന്തു. പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് ആ പാണൻ നിങ്ങളുടെ നാട്ടിൽ? അയാളോട് വല്ല. അടുത്തതായിട്ട് അവസാനമായിട്ട് രജനീകാന്ത് തമിഴിലാക്കി ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് കൂടി അവതരിപ്പിക്കാം. രജനീകാന്ത് തമിഴിൽ പറയുമ്പോൾ, കണ്ണ ഇരുമ്പാണിയെ തട്ടി മുളയാണ് വത്ത് പൊൻകാരത്തിനാൽ സുറിവിളക്കത്ത് കൊല്ലം കിട്ട 16 പൊൻപത്തെ കൊടുത്തു വിട്ടത് நான் இல்லை, இது பாஷா ஒரு தடவை சொன்ன 100 தடவை சொன்ன மாதிரி. പ്രിയമുള്ള ഒരിക്കൽ കൂടി നൃത്തോദയ എന്ന സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. സിനിമാ രംഗത്ത് വലിയ സംഭാവന കേരളത്തിനും നമ്മുടെ നാടിനും നൽകിയിട്ടുള്ള ഉർവശി, കലാരഞ്ജിനി, കൽപ്പന തുടങ്ങിയിട്ടുള്ള അഭിനേതാക്കൾ, അതോടൊപ്പം തന്നെ നാടക രചനാ രംഗത്ത് അത്ഭുതം സൃഷ്ടിച്ച നമ്മുടെ ചവറയുടെ ശ്രീ ബേബിക്കുട്ടൻ, മണികണ്ഠൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ ആ പട്ടികയിലേക്കാണ് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലേക്ക് കാര്യമായ സംഭാവന ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള അമ്പിളി ദേവി കടന്നു വന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാടിന് അഭിമാനമാണ്. നമ്മുടെ സാംസ്കാരിക രംഗത്ത്, കലാരംഗത്ത് കാര്യമായ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ശ്രീ അമ്പിളി ദേവിയുടെ നേതൃത്വത്തിലുള്ള നൃത്തോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ നാടിനു കൂടി കരുത്തായി നമ്മുടെ നാടിൻ്റെ പൈതൃകമായ സാംസ്കാരിക കലാരംഗത്തെ ഈ കാലയളവിൽ, വർത്തമാന കാലയളവിൽ സജീവമാക്കിയ ശ്രീ അമ്പിളി ദേവിക്കും സംഘത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അമ്പിളി ദേവി ചവറയുടെ പൊന്നമ്പിളി ആയതിന് പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ ത്യാഗമുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും ഉറക്കമുളച്ച രാവുകളുണ്ട്. അഞ്ജലി ദേവി എന്ന സഹോദരിയുടെ ചേർത്ത് നിർത്തലുണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ കലാസ്വാദകരുടെ പങ്കാളിത്തമുണ്ട്. ഈ നാടിൻ്റെ എല്ലാ തരത്തിലുള്ള സ്നേഹചാർത്തുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട അമ്പിളി നമ്മുടെ അമ്പിളി ദേവിയായി മാറിയത്. അങ്ങനെ മനോഹരമായ ഒരു കാലഘട്ടത്തിൽ കൂടി 25 വർഷക്കാലം പൂർത്തീകരിച്ച് അമ്പിളി ദേവിയുടെ ഈ കലാസംഘം മുന്നോട്ട് പോവുകയാണ്. വളരെ വളരെ സന്തോഷമുണ്ട്. ആമുഖമായി കുട്ടികൾ നടത്തിയ മനോഹരമായ കലാപരിപാടികൾ ആരെയും കൊതിപ്പിക്കുന്നതായിരുന്നു. അടി ചോദിച്ചു വാങ്ങുന്ന കാലമാണിത്. അത് എങ്ങനെയായാലും വർത്തമാനം കൊണ്ടായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി നടത്തിയാലും കയ്യടി എന്ന് പറയുന്ന ഒരു കാലത്ത് ഒരാളും പറയാതെ നല്ല കയ്യടി കിട്ടിയ ഒന്നാം തരം പരിപാടിയായിരുന്നു ഇവിടെ അവതരിപ്പിക്കപ്പെട്ട മനോഹരമായ പരിപാടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനവരെ സജ്ജരാക്കിയ ഈ നൃത്തോദയയ്ക്കും അതിൻ്റെ സംഘാടകർക്കുമുള്ള അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അമ്പിളി ദേവി എന്ന കലാകാരിയുടെ വിസ്മയകരമായ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ നാടിൻ്റെ ജനപ്രതിനിധി നിലയിൽ എൻ്റെ പങ്കാളിത്തം എപ്പോഴും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തക നിലയിൽ, ജനപ്രതിനിധി നിലയിൽ എക്കാലവും കൂടെ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇവിടെ ഏറ്റവും മഹനീയമായി, ഏറ്റവും ആത്മാർത്ഥമായി, അതിലേറെ ചാരിതാർത്ഥ്യം നിർവഹിച്ചു കൊള്ളാമെന്ന് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, അഭിവാദനം. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നത് ശ്രീ കുരീപ്പുഴ ഫ്രാൻസിസ് അവർകളാണ്. ദേശീയ അധ്യാപക അവാർഡ്, എയർ ഇന്ത്യ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ അബ്ദുൽ സലാമാണ്.
ആതുര ശുശ്രൂഷ രംഗത്ത് ചവറയിൽ മികച്ച സേവനം കാഴ്ചവെച്ച മുതിർന്ന വ്യക്തിത്വം. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. കുമാർ ഗുരുക്കളാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ശ്രീ റോബിൻ ഗുരുക്കളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദരവേറ്റുവാങ്ങുവാനായി. അടുത്തതായി ആദരവേറ്റുവാങ്ങുന്നത് ശ്രീ ചവറ സ്റ്റീരി അവർകളാണ്. പ്രശസ്ത കഥാകൃത്ത് ആദിമുത്തശ്ശി എന്ന അടുത്ത ആദരവേറ്റുവാങ്ങുന്നത് ശ്രീ ഭഗവതി നട വേണുസാറാണ്. കയ്യടിയാവാം. അടുത്തതായി ആദരവേറ്റുവാങ്ങുന്നത് ശ്രീ റെജി ഫോട്ടോ പാർക്ക് അവർകളാണ്. അടുത്തതായി ആദരവേറ്റുവാങ്ങുന്നത് ശ്രീ ഗോവിന്ദ് വിഷ്ണു അവർകളാണ്. ദാവീദ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ കൂടിയായ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അടുത്തതായി ആദരവേറ്റുവാങ്ങുന്നത് തിരക്കഥാകൃത്തായ ശ്രീ ദീപു രാജീവൻ. അടുത്തതായി ഡോക്ടർ അഞ്ജന എസ് ഗോപാൽ. അമ്പിളി ദേവിയുടെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ച് നിരവധി പ്രോഗ്രാമുകൾ ചെയ്തു. അടുത്തതായി ആദരവേറ്റുവാങ്ങുന്നത് സ്വപ്ന എസ് കുഴിത്തടത്തിൽ. അധ്യാപക ലോകം അവാർഡ് ജേതാവ് കൂടിയാണ്. ശ്രീ സ്വപ്ന എസ് കുഴിത്തടത്തിൽ ആദരവേറ്റുവാങ്ങുന്നു. അടുത്തതായി ആദരവേറ്റുവാങ്ങുന്നത് ഡോക്ടർ സിനി. വേൾഡ് റോഡ് അസോസിയേഷൻ്റെ നമ്മുടെ നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ PTA പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ബിനു സാറിൻ്റെ ചേച്ചി കൂടിയാണ്. അടുത്തതായി ആദരവേറ്റുവാങ്ങുന്നത് ബെൻസില ബെന്നി. നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ PTA എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് ബെൻസിലയുടെ അമ്മ. അടുത്തതായി ആദരവേറ്റുവാങ്ങുന്നത് ശ്രീ B ശ്രീകുമാർ. 2023 പ്രസിഡന്റ് ട്രോഫി ദൃശ്യമാധ്യമ പുരസ്കാരം. അടുത്തതായി ആദരവേറ്റുവാങ്ങുന്നത് ശ്രീ മിഴി എസ്. ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ് ജേതാവാണ്. നമ്മുടെ കുഞ്ഞു മിഴി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ് ജേതാവ് കൂടിയാണ് ഈ കുഞ്ഞു കൂട്ടുകാരി. മിഴിയെയാണ് ഇപ്പോൾ ആദരിക്കുന്നത്. മിഴിയുടെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ സ്ഥലം പിടിച്ച മിടുക്കിയാണ് മിഴി. JS IRS. ഇന്നത്തെ ഈ പരിപാടി നല്ല രീതിയിലാണ് ഏറെ വിജയകരമായി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും അമ്പിളി ദേവി വീണ്ടും അമ്പിളി ദേവിയുടെ ഒപ്പമുള്ള കലാകാരികള് ഒരുപാട് ഉയരങ്ങളിലേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അനുഭവത്തോടുകൂടി നിലവിലെ അമ്പിളി ദേവിക്ക് നിലവിലൊരു മൊമെന്റം കൂടെ സമർപ്പിക്കാനുള്ള അനുവാദം ഞാൻ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. അമ്പിളി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ ഒറ്റ കണ്ടീഷനെ പറഞ്ഞോളൂ, ഞാൻ അതിഥിയായിട്ട് വരില്ല. കാരണം 1997-98 കാലങ്ങളിൽ ഞങ്ങൾ വീട്ടിലേ ഇല്ലായിരുന്നു. ഏറ്റവും കൂടുതൽ പടം മലയാളത്തിലെ ഇരട്ട തിരക്കഥാകൃത്തുക്കൾ ആദ്യത്തെ ഞാനും രാജൻ ഗിരിയത്തുമാണ്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ നൃത്യോദയ എന്ന് പറയുന്ന പോലെ സൂര്യോദയവുമായി മുഖവുമായി ഒരു കൊച്ചു പെൺകുട്ടി അമ്പിളി അന്ന് ഞാൻ പരിചയപ്പെടുകയാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു, അയ്യോ അമ്പിളിയെ പണ്ട് പരിചയപ്പെട്ടിരുന്നെങ്കിൽ കിലുക്കാമ്പെട്ടി എന്നുള്ള സിനിമയിൽ ബേബി ശ്യാമിലിക്ക് വരെ ഞങ്ങൾ അമ്പിളിയെ എടുത്തേനെ. പക്ഷെ ഇപ്പോഴും എടുക്കാൻ കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കാലങ്ങൾ കഴിയുന്നു. 45 സിനിമയിൽ ഒരെണ്ണത്തിൽ പോലും അമ്പിളി അഭിനയിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ എടുത്ത സീരിയലായ കളിയെല്ലാ കല്യാണത്തിലും മധുസാറിൻ്റെ മകളായിട്ട് നായിക അമ്പിളി ദേവിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ യദുകൃഷ്ണൻ എൻ്റെ റിലേറ്റീവാണ്, എൻ്റെ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ പഴയ കൊല്ലം സിറാജ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ പട്ടാഭിഷേകം എന്ന് പറയുന്ന സിനിമയിൽ ബാർബറാണ്. ഹരിശ്രീ അശോകന് മുടി വെട്ടാൻ വേണ്ടി എപ്പോഴൊക്കെ ഹരിശ്രീ അശോകൻ ബാർബർ ഷോപ്പിൽ വരുമോ അപ്പം പ്രശ്നം ഉണ്ടാവും, മുടി വെട്ടാൻ പറ്റില്ല. അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെയും ഇദ്ദേഹത്തിന് വെട്ടാനും പറ്റില്ല. ഹരിശ്രീ അശോകൻ്റെ മുടി അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അമ്പിളിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അമ്പിളി
അന്നും എപ്പോഴും ഒരു ചിരിക്കുന്ന മുഖം. നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ കുട്ടികളൊക്കെ ഡാൻസേഴ്സിനെ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ സിനിമാക്കാരെ നോക്കുന്നത് ഇതിൽ ആരൊക്കെയാണ് ഫോട്ടോജനിക്, ആരൊക്കെ കൊള്ളാം. അത് ഞങ്ങളുടെ ഒരു രീതി അങ്ങനെയാണ്. കാരണം ഏതെങ്കിലും ഒരു സിനിമയിൽ എന്തെങ്കിലും റിഗാറ്റെ പഠിക്കുന്ന എല്ലാ കുട്ടികളും അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കൊല്ലംകാരി തന്നെയാണ് നമ്മുടെ ദീപ്തി പ്രസാദ്, ശ്രീലക്ഷ്മി, ഇപ്പം മറ്റേ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന എൻ്റെ മാട്ടുപ്പെട്ടി മച്ചാൻ, അരമന വീട്, അഞ്ഞൂറക്കരട്ട കുറേ പടത്തിലെ നായികയായിരുന്നു. അമ്പിളി പക്ഷെ അത് കഴിഞ്ഞിട്ട് സിനിമയിൽ വരുന്നു. സിനിമയിൽ വന്നതിന് ശേഷം സീരിയലുകളിൽ തിരക്കാവുന്നു. അമ്പിളി നൃത്യോദയ എന്നൊരു നൃത്ത സ്ഥാപനം തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാമായിരുന്നു അത് വൻ വിജയമാവുന്നു. കാരണം ഏതൊരു കലയും പഠിക്കുന്നത് നല്ല ഗുരുക്കന്മാരിൽ നിന്നാണെങ്കിൽ ആ കുട്ടി വിജയിച്ചു എന്നുള്ളതിന് തെളിവാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഗുരുക്കന്മാർ. എൻ്റെ ചേച്ചിമാരെന്ന് പറഞ്ഞ ഗിരിജ, ഗീത കൃഷ്ണകുമാർ, എത്ര പേർക്കറിയാം? കേരള യൂണിവേഴ്സിറ്റിയിൽ 3 തവണ കണ്ടിന്യൂസ് ആയിട്ട് കലാതിലകം കിട്ടിയ ഒരേ ആളുകളുള്ളൂ, എൻ്റെ ചേച്ചി ഗീത കൃഷ്ണകുമാർ. അത് നമുക്ക് അഭിമാനം തന്നെയാണ്. അതുപോലെ ബിജില ബാലകൃഷ്ണൻ, ഈ വർഷത്തെ സംഗീത നാട അക്കാദമി അവാർഡ് ബിജിലയ്ക്കാണ്, കുച്ചിപ്പുടി. അതുപോലെ കേരള നടനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ചിത്ര ടീച്ചറിനെയാണ്. മിമിക്രി എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞ പോലെ അമ്പിളിദേവി, നേരത്തെ അമ്പിളിദേവിയുടെ പൊക്കത്തിൻ്റെ കാര്യം പറഞ്ഞു. അമ്പിളിദേവി ഭയങ്കര ഉയർച്ചയിലാണ്. മലയാള സിനിമയിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ നായകൻ ദിലീപ് എൻ്റെ ഒരുപാട് സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ഇന്ന് മലയാള സിനിമയിൽ അദ്ദേഹം ഉയർന്നല്ലേ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിവാണ് നമ്മുടെ ഉയർച്ചയെ തീരുമാനിക്കുന്ന. അമ്പിളി അതിൽ വിജയിച്ചു. ഒപ്പം അമ്പിളിയുടെ ഈ സ്റ്റുഡൻസും ഭാഗ്യം ചെയ്തവരാണ്. കാരണം നല്ലൊരു ഗുരുവിനെ കിട്ടി. അതിൻ്റെ കാരണത്തിന് ഞാൻ നന്ദി പറയുന്നത് അമ്പിളിയുടെ പാരൻസിനോടാണ്. അച്ഛൻ, അമ്മ അവർ തിരുവനന്തപുരത്ത് രാവിലെ കൊണ്ടുവരും, രാത്രി ആദ്യമൊക്കെ അവിടെ താമസിച്ചിരുന്നു. പിന്നെ തിരക്കൊക്കെ ആയപ്പോൾ അമ്പിളി ശനി ഞായറും കാറിൽ വരും, അഭിനയിക്കും, തിരിച്ച് റിഗാറ്റെ വരും, തിരിച്ചു പോവും. അങ്ങനെ നൃത്യോദയ 25 വർഷം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. സിൽവർ ജൂബിലിയും കഴിഞ്ഞ്, ഗോൾഡൻ ജൂബിലിയും കഴിഞ്ഞ്, പ്ലാറ്റിനം ജൂബിലിയും കഴിഞ്ഞ് സെഞ്ചുറി അടിക്കാൻ ഭഗവാൻ അമ്പിളിയെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ള, നിങ്ങളേവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചടങ്ങാണ്. നിങ്ങളേവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചടങ്ങ്. അങ്ങനെ ചവറയുടെ സാംസ്കാരിക കലാചരിത്രത്തിൽ പുതിയ ഒരു പേര്, തൻ്റെതായ ഒരു വ്യക്തിത്വം, ചവറയുടെ ചരിത്രത്തിൽ ഒരു ഏടെഴുതി ചേർത്തുകൊണ്ട് അമ്പിളി ദേവി ഇന്ന് ചവറയിലെ സാംസ്കാരിക മേഖലയിൽ, കലാമേഖലയിൽ നിറസാന്നിധ്യമായിട്ട് നിൽക്കുകയാണ്. അമ്പിളി ദേവിയും അമ്പിളി ദേവിയുടെ നൃത്യോദയ സ്കൂളും നാളെ ചവറയെ ഓർക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഓർക്കുന്ന പേരായിട്ട് ഇത് രണ്ടും മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നത് ശ്രീ വിനോദ് സാറാണ്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നത് ശ്രീ ഹരീഷ് സാറാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നത് കൃഷ്ണൻ ആണ്. ദീർഘയാദരവ് ഏറ്റുവാങ്ങുന്നത് ബാബു മിഴി ആണ്. എല്ലാ പ്രോഗ്രാമുകൾക്കും ലൈറ്റ് സ്റ്റേജ് ആണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഫോട്ടോഗ്രാഫ് നടത്തുന്ന അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുവാനായി ശ്രീ വിദ്യാസാഗറിനെ ക്ഷണിക്കുന്നു. നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ അമ്പിളി ദേവിയുടെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ്. അടുത്തതായി ആദരവേറ്റു വാങ്ങുന്നത് സുനിലാണ്. പ്രോഗ്രാമുകൾക്ക് ശബ്ദവും വെളിച്ചവും നൽകുന്ന സുനിലിനെ ക്ഷണിക്കുന്നു. ആദരവേറ്റു വാങ്ങുന്നത് ഉണ്ണിക്കുട്ടനാണ്. പ്രോഗ്രാമുകളുടെ ശബ്ദ ക്രമീകരണം നടത്തുന്ന അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സിബു ലീലികുളം. നൃത്യോദയയുടെ പോസ്റ്റർ നോട്ടീസ് തുടങ്ങിയവയുടെ ഡിസൈനിങ് ജോലി നിർവഹിച്ച അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രണവ് മിഴി. അദ്ദേഹവും ദീർഘകാലമായി നൃത്യോദയയിലെ കുഞ്ഞുങ്ങളെ ചമയം അണിയിച്ചു വരും. നല്ലൊരു കയ്യടിയാവാം.